ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ആക്ച്വലി റീഡിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇങ്ങനെ എന്തായാലും ശരി, റീഡിങ് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് ഇല്ല, ഇനിയും കുറച്ച് ദിവസം കൂടെ ഗ്യാപ്പാണ്. ഒരു 1 മന്തെങ്കിലും ആവും ഇനിയും. തൽക്കാലം നമുക്കിപ്പോൾ ഈ റീഡിങ്സ് നിങ്ങൾ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ഗൈഡൻസ് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവട്ടെ. ഓക്കെ, ഓക്കെ, ഇത് ഇന്ന് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഡിവൈൻ ഗൈഡൻസ് നോക്കുന്നുണ്ട്. ഞാൻ പറയാം. ലെറ്റ്സ് സീ നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ് നോക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആൻഡ് അതിന് യൂണിവേഴ്സ് എന്താ ഗൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോറി, ഒന്നുകൂടെ തിരിഞ്ഞു കണ്ടു വേണ്ട. ഓക്കെ, നമുക്ക് ഷഫിൾ ചെയ്തിട്ട് വരുമ്പോൾ വരാം. സോറി, ഇത്ര ചെറിയ കാർഡ്സ് ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആൻഡ് അതിന് ഡിവൈൻ എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് നോക്കാം. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നത്തെ 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. 4 ഓഫ് പെന്റിക്കിൾസ് എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? കിങ് ഓഫ് കപ്സ്. ഓക്കെ, വേൾഡ് മെയിൻ ആയിട്ട് ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ജനറൽ ആയിട്ടാണ് റീഡിങ് എടുക്കുന്നത്. ഇന്നിപ്പോൾ അത് എന്തിനെ കുറിച്ചാണ് വരുന്നത് എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്, വേൾഡാണ്. നിങ്ങളെ ശരിക്കും ഫുള്ളി അവരുടെ വേൾഡായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു എൻ്റെ ലൈഫാണ്, എൻ്റെ എന്താ പറയുക, ഇതാണ് ദുനിയാവാണെന്നൊക്കെ വിളിക്കില്ലേ, ശരിക്കും ആ വാക്കാണ് ഇവിടെ പറയാനുള്ളത്. അത്രയും അവർക്ക് ഫീലിങ്സ് ആണ് നിങ്ങളോട്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് അത് പറയുന്നില്ല, തുറന്നു പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ വളരെയധികം കിടക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇന്ന് നിങ്ങൾക്കിത് കാണിച്ചു തരുന്ന യൂണിവേഴ്സ്. രാവിലെ തന്നെ എനിക്കറിയാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വേറെ സാധാ ഗൈഡൻസ് ആണ്, അതും ഞാൻ എടുക്കാം എന്തെങ്കിലും. ഓക്കെ, പറയാം. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ അടുത്ത ഒരു വ്യക്തി അവരുടെ ഫീലിങ്സ് ഒരുപാട് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് അത്രയും അധികം അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം ലൈക്ക് ഫീലിങ്സ് ആണ് പറയുന്നത്. അത് കിങ് ഓഫ് കപ്സിന്റെ ഒപ്പം വന്ന ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ വളരെ ലൈക്ക് ഇനി ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ലൈക്ക് അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളാണ് അവരുടെ വേൾഡ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്നാലും അത് അവരൊന്നും തുറന്നു കാണിക്കുന്നില്ല നിങ്ങളോട്. അവരുടെ മനസ്സിൽ ഒരുപാട് ഫീലിങ്സ് വെച്ചിട്ടുണ്ട്, അവരുടെ ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം അവർ മറച്ചു പിടിക്കുകയാണ്. ഓക്കെ, അവരെല്ലാം അതിനെ ഇതൊരു ബോക്സിലിട്ട് ഇങ്ങനെ അടച്ചു വെക്കുന്ന പോലെയാണ്. ഓക്കെ, അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒന്നും അവർ നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇവർക്ക് ശരിക്കും ഫീലിങ്സ് ഉണ്ടോ? അതൊക്കെ ഈ പറയുന്നതൊക്കെ ഞാൻ പറയുന്നത് പോലും നിങ്ങൾ വെറുതെ ആണെന്ന് പറയും. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും അവരുള്ളിൽ ഫീലിങ്സ് വെച്ച് അതിനെ മുഴുവൻ പുറത്തൊന്നും കാണിക്കാതെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ആ സിറ്റുവേഷൻ ഒന്നും എടുക്കുന്നില്ല. ബിക്കോസ് ഇതിപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇന്ന് ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സോ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട്, നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ട്, ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് ആരെയാണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതുന്നത് അവരായിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഇത് റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. സോ അവർക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. പക്ഷെ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള വേറെ തരത്തിലുള്ള ഗൈഡൻസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ചിലപ്പോൾ ആരോടെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുണ്ടാവാം. അങ്ങനെയായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളും മറച്ചു പിടിക്കുന്നുണ്ടാവാം. നിങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഫീലിങ്സ് ആരോടെങ്കിലും ഒക്കെ മറച്ചു വെക്കുന്നുണ്ടാവാം. സോ നിങ്ങൾക്കുള്ള അഡ്വൈസ് മേ ബി തുറന്ന് പറയാനായിരിക്കാം. ഓക്കെ, ശരി, വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി നോക്കിയേക്കാം. ഇത് ഒരു മെസ്സേജ് എന്തായാലും വന്നു, റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എടുക്കുന്നു. ഓക്കെ, ജനറൽ ആയിട്ട് എന്താ സിറ്റുവേഷൻ, വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. യൂണിവേഴ്സ് വേറെ എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു? 10 of swords, strength, okay, and knight of pentacles ഉണ്ട് ഇവിടെ. ഓക്കെ, ഓക്കെ, ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ വന്നിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സ് പറയുന്നത് അത് ആ വേദനയുടെ അവസാന ഘട്ടമാണ്. അതായത് നിങ്ങൾ ഈ വേദന അനുഭവിക്കുന്ന അവസാന ഘട്ടമാണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് സ്ട്രെങ്ത് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരുപാട് വേദന നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് വന്നു കാണാം. ബട്ട് അത് നിങ്ങളെ സ്ട്രെങ്ത് ആക്കാൻ, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാൻ ഞാൻ അത് മാറ്റി വിട്ടേക്കാം. സോ ഓക്കെ,
സോ ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ സെപ്പറേറ്റ് പറയാം. സോ 10 ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആരെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുക, അല്ലെങ്കിൽ ചതിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം, പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം, പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങളായിരിക്കാം, മുൻപ് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. അത് റിലേഷൻഷിപ്പിലാവണമെന്നില്ല, ഓഫീസിലോ കരിയറിലോ എവിടെയായാലും ശരി, വീട്ടിൽ ഫാമിലിയിൽ ഒക്കെ എവിടെയായാലും ശരി, നിങ്ങൾക്ക് ചില വേദനകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പക്ഷേ സ്ട്രെങ്ത് ആക്കാൻ, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇനി അത് നിങ്ങളെ വേദനിപ്പിക്കില്ല. കാരണം അത്രയും ഐ തിങ്ക് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എൻഡിങ് എന്ന രീതിയിലാണ് നമ്മൾ പറയാം. സോ ആ എൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത്രയും നിങ്ങൾ വേദന അനുഭവിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് മേലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്ട്രെങ്ത് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ നിങ്ങൾക്ക് കരിയറിൽ മുന്നോട്ട് പോകുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ഈ ഒരു വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് ജോലിയുടെ ആയിരിക്കാം. അതേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, മേ ബി റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വ്യക്തി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു കരിയറോ ജോലിയോ എന്തെങ്കിലും മാറ്റമായിരിക്കാം, ഒരു പുതിയ കാര്യം എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കാം, നിങ്ങൾ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. സോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നത്, സ്റ്റഡി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, വളരെ ഫാസ്റ്റ് മൂവിങ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഐ തിങ്ക് നിങ്ങൾ സ്ലോലി ആൻഡ് സ്റ്റഡിലി നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഇനി ഈ വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളോട് മേ ബി പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ എ ന്യൂ ഫേസ് എന്ന രീതിക്കാണ്. യെസ്, പാസ്റ്റിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് നിങ്ങൾ. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇനി അതിന് പിന്നിൽ ഉപേക്ഷിച്ച് വിടൂ എന്നാണ്. ഓക്കെ, ആ വേദനകളെ പിന്നിൽ ഉപേക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളെ മറന്നു കളയുക. ഓക്കെ, ഫോർഗീവ് ഇത് ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനെയായിരിക്കാം. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ നിങ്ങളുടെ സമയം മാറി വരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആ വേദന നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ അതിനെ പിന്നിൽ ഉപേക്ഷിക്കുക. യൂണിവേഴ്സ് തന്നെ പറയുന്നത് ലീവ് ഇറ്റ് ബിഹൈൻഡ്. ഓക്കെ, മതി, ഇനി അതിനെക്കുറിച്ച് ഓർത്തിരുന്നത് മതി. അതിൽ നിന്ന് നിങ്ങൾ ലെസൺ പഠിക്കൂ, അതിൽ നിന്ന് നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആ വേദനിപ്പിച്ച വ്യക്തി തന്നെ നിങ്ങളെ സോറി പറഞ്ഞു വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈവൻ ഏതെങ്കിലും ഓഫീസിലായാലും നിങ്ങളെ മിസ്റ്റേക്ക് ചെയ്തു, അവരിലൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഫാമിലിയിലായാലും ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു സോറി വരാം. സോറി പറഞ്ഞ ആരെങ്കിലും വരുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന തരത്തിലായിരിക്കാം. വേറെ എന്തെങ്കിലും ഓഫർ വരും, നിങ്ങൾക്ക് ആ ഒരു ഓഫർ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബട്ട് ഈ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ വേദനയെ പിന്നിൽ ഉപേക്ഷിക്കാനാണ് എനിക്ക് പറയുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ചു വിടും. ഓക്കെ, പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അതിനെ നിങ്ങൾ ഇനി വിട്ടുകളയുക, അതിനെക്കുറിച്ച് ഇനി ഓർത്തോർത്ത് വിഷമിക്കാതിരിക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ലെസൺസ് പഠിക്കലാണ്, നമ്മൾ ലൈഫിന്റെ വീല് നമ്മൾ തിരിയുന്നു എന്ന രീതിയിലാണ്. അതായത് നമ്മൾ പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ച് നമ്മളൊരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുക എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾക്ക് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇന്നർ സ്ട്രെങ്ത് കണ്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അതായത് നമ്മൾ പറയില്ല, ചിലവർ എത്ര നിങ്ങൾ തന്നെ നിങ്ങളുടെ പാസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പലതവണ നിങ്ങൾക്ക് ചിലപ്പോൾ വേദനകൾ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ ഓരോ തവണയും നിങ്ങൾ അതിൽ നിന്ന് സ്ട്രോങ്ങർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങളുടെ ലെസനും. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ധൈര്യത്തിനെ തിരിച്ചറിയുക, ആ ഒരു കറേജിനെ നിങ്ങൾ തിരിച്ചറിയുക, ആ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നിൽ പക്ഷേ നിങ്ങൾ ഇതൊന്ന് പാസ്റ്റ് ഒന്ന് പിന്നിൽ ഉപേക്ഷിക്കണം. നിങ്ങൾ ആ പാസ്റ്റിനെ കുറിച്ച് ഓർത്തോർത്ത് എന്തിനാ എനിക്ക് ഇങ്ങനെ കഷ്ടകാലം വന്നത്, എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ ചെയ്തത്, എന്നെ എന്തിനാ മറ്റുള്ളവർ വേദനിപ്പിച്ചു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൽ നിർത്താം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഇത് യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രെങ്ത് ചെയ്യാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ എന്താ നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് മാത്രം നോക്കുക. പാസ്റ്റിനെ നിങ്ങൾ പിന്നീട് ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ 2 മെസ്സേജ് ഞാൻ ഒന്ന് കോമൺ മെസ്സേജ് നിങ്ങൾക്ക് എടുത്തു. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൻ്റെയും വന്നു. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഞാനിന്ന് ചെയ്യാൻ പ്ലാൻ ഇല്ലാതിരുന്നത് കൊണ്ട് സെറ്റപ്പ് ഒന്നും ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല. ജസ്റ്റ് ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് കുറച്ച് ഉത്തരമായിട്ട് ഏഞ്ചൽ ആൻസേഴ്സ്. ഓക്കെ, ഒരു നോ പറയുന്നുണ്ട്. പറയാം, ലെറ്റ്സ് സേ നോ നീഡ് ടു വറി. ഓപ്പർച്യൂണിറ്റി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരും, നിങ്ങളെ മുന്നോട്ട് ഒരു നല്ല ലെവലിലേക്ക് എത്തിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഈവൻ ഒരു പേഴ്സൻ്റെ അപ്പോളജി, അങ്ങനത്തെ സോറി പറഞ്ഞു വരില്ല, മാപ്പ് പറഞ്ഞു വരില്ല, റിലേഷൻഷിപ്പ് ബെറ്റർ ആവില്ല, അങ്ങനത്തെ എന്തോ ആവാം, എന്തോ ഓപ്പർച്യൂണിറ്റി ആവാം. സക്സസ് വരുന്നു. ഓക്കെ, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്.
One more, reconsider, and you are ready. Okay, you are ready to receive the blessing. ഓക്കെ, ഇവിടെ പറയുന്നത് യു ആർ റെഡി എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ തയ്യാറാണ്. യൂണിവേഴ്സ്, ഐ തിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച് അവസാനം നിങ്ങളിപ്പോൾ പാകപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരാനുള്ള ആ ഒരു സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, 10 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻഡിങ് ആണ്. ഓക്കെ, അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിൽ നിന്ന് മേലേക്ക് വരാം. ഇനി ഒരിക്കലും നിങ്ങൾ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇനി അത്രത്തോളം വേദനിക്കില്ല. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഓക്കെ, നിങ്ങൾ അത്രയും കണ്ടു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലൊരു വേദന കിട്ടിയാൽ പോലും നിങ്ങൾ അങ്ങനെ വേദനിക്കില്ല ഇനി. ബിക്കോസ് നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ മീൻസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുക എന്ന് പറയില്ലേ, ആ തരത്തിലാവും നിങ്ങൾ. അപ്പം അത്രയും ശക്തിയോടെ നിങ്ങൾക്ക് എല്ലാം നേരിടാൻ സാധിക്കും എന്നാണ്. ഞാനിവിടെ നോ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നോ ആൻസർ ഉണ്ട്. ബട്ട് അതിൻ്റെ ഒപ്പം എനിക്ക് നോ നീഡ് ടു വറി എന്നും പറഞ്ഞു. ഓക്കെ, സോ ഇതിവിടെ നോ ആൻസർ ആണെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് അല്ല. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് വറി ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് ഇവിടെ നോ എന്ന് കണ്ട, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഇതെടുക്കണോ, അല്ലെങ്കിൽ ഞാൻ മാറണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ എന്ന് വന്നിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് പേടിക്കണ്ട എന്നുള്ളതാണ്. സോ മേ ബി താൽക്കാലികമായിട്ടൊരു നോ ആയിരിക്കാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് നോ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ബട്ട് ആ നോ നിങ്ങൾക്ക് നല്ലതാണ് എന്നുമാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, ആ നോ നിങ്ങൾക്ക് നല്ലതാണ്. ബിക്കോസ് നിങ്ങളെ റീകൺസിഡർ എന്നും പറയുന്നുണ്ട്. നിങ്ങളോട് വേറെ എന്തോ കൂടി കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ വേറെ എന്തോ കൂടി ആലോചിക്കാൻ പറയുന്നുണ്ട്. വേറെ മെത്തേഡ്സ് ആലോചിക്കാനായിരിക്കാം, വേറെ വഴികൾ ആലോചിക്കാനായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇപ്പം ചിന്തിക്കുന്ന ആ കാര്യം ഇപ്പം ചെയ്യണ്ട എന്ന രീതിക്ക് മേ ബി ഇപ്പോഴത്തേക്ക് നോ എന്നായിരിക്കാം. പിന്നീട് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ആൻസർ കൂടി ആയിരിക്കാം ഇവിടെ. കാരണം നോ നീറ്റ് പറയും കണ്ടപ്പോൾ എനിക്ക് രണ്ടും ഒപ്പം വന്നതുകൊണ്ട് ഐ ഫീൽ അങ്ങനെ കംപ്ലീറ്റ്ലി നോ അല്ല, ടോട്ടൽ നോ എന്ന രീതിക്കല്ല ഇവിടെ പറയുന്നത്. ഇപ്പോഴത്തേക്ക് നോ എന്ന് പറയാം. കാരണം ഇവിടെ വെയിറ്റും ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ, ഇവിടെ വെയിറ്റും ഉണ്ട്. സോ മേ ബി എനിക്ക് തോന്നുന്നത് ഇവിടെ അത് രണ്ടും നോ നീഡ് ടു വറി എന്ന് വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ദാറ്റ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്ത ശേഷം പിന്നീട് ആദ്യം ശ്രമിക്കൂ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം യൂണിവേഴ്സ് പറയുന്നുണ്ട്. റീകൺസിഡർ എന്ന് ഞാൻ പറഞ്ഞു. സോ മേ ബി നിങ്ങൾ ചിലപ്പോൾ വേറെ വഴി ചിന്തിക്കാനായിരിക്കാം, വേറൊരു കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം. സോ അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. സക്സസ് എന്തായാലും ഉണ്ട് ഇവിടെ. ഓക്കെ, സോ സക്സസും കാണുന്നുണ്ട്. ആൻഡ് യു ആർ റെഡി എന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ പാകപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ നിങ്ങൾ അത്രയും തയ്യാറാണിപ്പോൾ. ആൻഡ് യു ആർ എന്താ പറയുക, ഗുഡ് ഇനഫ്. ഓക്കെ, വേറെ ഒരാളോ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതും ഉണ്ടാക്കുന്നതോ ഒന്നും നിങ്ങൾ മാറ്റർ ആക്കണ്ട. ആരെന്ത് പറയുന്നു നിങ്ങളെക്കുറിച്ച് അതൊന്നും മാറ്റർ അല്ല. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നുണ്ട്, യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ ഇന്നിപ്പോൾ ലെക്ചർ പറയാൻ റെഡിയല്ല, അത്രയ്ക്കുള്ള ഒരു ഇതിലല്ല. എനിവേ എല്ലാവരും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.